പക്ഷെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഒന്ന് പുറകോട്ട് പോവാം, നാളെ വീണ്ടും തിരിച്ചു വരും. ചില നേരത്തെ അങ്ങനെയാ കേട്ടോ. നമ്മുടെ സ്വാധീനവും നമ്മുടെ അധികാരവും ഉപയോഗിച്ച് നമ്മൾ ജയിച്ചു നിൽക്കുന്നിടത്തല്ല രക്ഷ നടപ്പിലാകും. ചില നേരത്തുണ്ടല്ലോ നിശബ്ദത, കീഴടങ്ങൽ. ആ നിശബ്ദതയിൽ, ആ കീഴടങ്ങലിൽ ഒരു രക്ഷ കാത്തിരിപ്പുണ്ട്. അതാണ് മിശിഹ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. മനുഷ്യ ഹൃദയങ്ങളോട് സംസാരിക്കാൻ കർത്താവ് അവന്റെ വിചാരണ നേരത്ത് നിശബ്ദനായിരുന്നു. ആ നിശബ്ദത നമ്മുടെ ആന്തരിക സ്വരമായി മാറി, നമ്മുടെ മനസാക്ഷിയായി, ഉള്ളിലിരുന്ന് കുറുകുന്ന നന്മയായി, സത്യമായി കർത്താവിന്റെ സ്വരം മാറി. നിന്നിൽ ഒരു സത്യമുണ്ടെങ്കിൽ നീ ബഹളം വെക്കണ്ട. നിശബ്ദനായിരുന്നാൽ പോലും ആ സത്യത്തിന്റെ വിസ്ഫോടനം നടക്കും. മുറിവേൽക്കുന്നത്, നമ്മൾ മുറിവേൽക്കുന്നതും മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നതും തടയാൻ മൗനത്തിന് കഴിയും. ചിലപ്പോൾ നമുക്ക് തോന്നാറില്ലേ, ഒന്നും മിണ്ടാതിരുന്നിരുന്നെങ്കിലെന്ന് ഈ മുറിവുകളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. ചിലപ്പോൾ നമ്മളൊക്കെ ഒന്ന് നിശബ്ദരായാൽ മതി, മുറിവുകൾ പലതും മാറിക്കൊള്ളും. മുറിവുണങ്ങും, അല്ലെങ്കിൽ മുറിവേൽക്കാതെയെങ്കിലും ഇരിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാർഗം, ദ വേ, വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ് ഫ്രം ആഷസ് ടു ഹല്ലേലൂയ. ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന നോമ്പുകാല ധ്യാനം. 32-ാമത്തെ അധ്യായം, 32-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രാർത്ഥനയോടെ ഈ യാത്ര ചെയ്യുന്ന നിങ്ങളെല്ലാവരെയും ഓർത്ത് കർത്താവിന് നന്ദി പറയും. ഇടയ്ക്ക് സൗണ്ടിന് അല്പം പ്രശ്നം, എൻ്റെ സ്വരത്തിനല്ല, നമ്മുടെ വീഡിയോയുടെ സൗണ്ടിന് ഇടയ്ക്ക് പ്രശ്നം വരാറുണ്ട്. ഇത് കുറച്ച് കാലമായിട്ട് അത് നോട്ട് ചെയ്യുന്നുണ്ട്, എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ടത്, കുറച്ചു പേരൊക്കെ സങ്കടവും പരിഭവവും ഒക്കെ കമന്റിൽ പറയുന്നത് കണ്ടു. സൗണ്ട് അല്പം കൂടെ ഒന്ന് കൂട്ടി വെക്കാം. നിങ്ങൾക്കറിയാം, ഞാൻ ഓസ്ട്രേലിയയിൽ ധ്യാനങ്ങളിലാണ്. അപ്പൊ ഈ യാത്രയുടെ ഇടയ്ക്ക് ഞാൻ തന്നെ മൊബൈലൊക്കെ വെച്ച് ഈ സൗണ്ടൊക്കെ, മൈക്കൊക്കെ സെറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ കുറെ കാലം ഈ മൈക്ക് നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പൊ എന്തോ ഇടയ്ക്കിടയ്ക്ക് മിസ്സിങ് കാണിക്കുന്നുണ്ട്. അപ്പോ ഇത് മുഴുവൻ എടുത്ത് കഴിഞ്ഞിട്ടാണ്, ചിലപ്പോൾ 15 മിനിറ്റ് 20 മിനിറ്റുള്ള എപ്പിസോഡ് എടുത്ത് കഴിയുമ്പോഴായിരിക്കും ഇത് സൗണ്ട് മൈക്കിൽ നല്ല കയറിയെന്ന് മനസ്സിലാകുന്നത്. പിന്നെ അതൊന്നും എടുക്കാനുള്ള നേരമില്ല. കാരണം ഉടനെ അടുത്ത ഒരു ധ്യാനത്തിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിലായിരിക്കും ഇത് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം ടെക്നിക്കൽ ഫ്ലോസ്, കുറവുകൾ നമ്മുടെ വീഡിയോസിൽ കഴിവതും നമ്മൾ നിലവാരത്തോടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എന്റെ എഡിറ്റർ അവൻ എപ്പോഴും കംപ്ലൈന്റ് പറയാ, അച്ഛാ മൈക്ക് നേരെയാണ് വെച്ചിരിക്കുന്നത്, നോക്കിക്ക് സൗണ്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയും. അപ്പൊ അത്തരം പരിമിതികളുടെ ഇടയിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊന്ന് പ്രാർത്ഥനയിൽ ഓർത്താൽ മതി. പിന്നെ അത്തരം കുറവുകളൊക്കെ എപ്പോഴെങ്കിലും കണ്ടാൽ സൂക്ഷ്മതയോടെ അതിനെ സ്വീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക, ഈ ശുശ്രൂഷകളെ സമർപ്പിച്ച് ഈശോയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ഇന്നത്തെ ടോപ്പിക്, ദ സൈലന്റ് സഫറിംഗ് ക്രൈസ്റ്റ്. നിശബ്ദനായി സഹിക്കുന്ന മിശിഹ. നിശബ്ദനായി സഹിക്കുന്ന മിശിഹ. നമ്മളൊരല്പം മുന്നോട്ട് പോയായിരുന്നു, കുരിശോളം നമ്മൾ എത്തിയായിരുന്നു. പക്ഷെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഒന്ന് പുറകോട്ട് പോവാം, നാളെ വീണ്ടും തിരിച്ചു വരും. നമുക്ക് പീഠാനുഭവത്തിന്റെ എല്ലാ ഡൈമെൻഷൻസും ധ്യാനിക്കണം, പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ കൂടെ. അപ്പൊ ഈ ഭാഗം മിസ്സായിപ്പോയി, അത് മിസ്സായി പോകാതിരിക്കാൻ ഒന്ന് തിരിച്ചു പോകുന്നതേ ഉള്ളൂ. ഈശോ അവന്റെ വിചാരണ നേരത്ത് പുലർത്തിയ മൗനത്തെ നമ്മൾ ധ്യാനിക്കണം. ഏറ്റവും ആഴമുള്ള ഒരു രഹസ്യം, ദൈവസ്നേഹത്തെ കർത്താവ് അവതരിപ്പിച്ചത് നിശബ്ദതയിലൂടെയായിരുന്നു. നിശബ്ദതയിലായിരുന്നു ഈ ദൈവസ്നേഹത്തിന്റെ ആഴം വെളിപ്പെട്ടത്. അത് നമുക്ക് കാണാൻ പറ്റുന്നത് മത്തായി സുവിശേഷം 27-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 27, 12 മുതൽ 14 വരെ ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്തേ. ഇങ്ങനെയാണ്: പ്രധാന പുരോഹിതന്മാരും പ്രമാണികളും അവന്റെ മേൽ കുറ്റം ആരോപിച്ചപ്പോൾ അവൻ ഒരു മറുപടിയും പറഞ്ഞില്ല. നിശബ്ദനായിരിക്കുന്ന മിശിഹ. 14-ാമത്തെ വാക്യം: എന്നാൽ അവൻ ഒരു ആരോപണത്തിന് പോലും മറുപടി പറഞ്ഞില്ല. നിശബ്ദനായിരിക്കുന്ന മിശിഹ. മർക്കോസ് സുവിശേഷം 15-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലും ഇത് കാണാൻ പറ്റും.
പത്രോസ് ലീഹായുടെ ലേഖനത്തിൽ, പത്രോസ് ലീഹായുടെ 1 പത്രോസ് 2-ാം അധ്യായം 23-ാം വാക്യം, നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല, പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല, പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത്. His silence was surrendering. അവന്റെ നിശബ്ദത കീഴടങ്ങലായിരുന്നു. തന്നെ വിചാരണ ചെയ്തവരുടെ മുൻപിലല്ല അവൻ കീഴടങ്ങിയത്, ദൈവതിരഹിതത്തിനുള്ള കർത്താവിന്റെ കീഴടങ്ങലായിരുന്നു കർത്താവിന്റെ നിശബ്ദത. പഴയ നിയമത്തിലേക്ക് നമുക്ക് പോകാം. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗം, നമ്മുടെ സഹനദാസൻ, ഏറെ പേർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഭാഗമാണ്. ഈ കാലത്ത് ഇങ്ങനെ ഈ ധ്യാനത്തിലൂടെ യാത്ര ചെയ്ത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുക്കാം. യെശയ്യാ 53, യെശയ്യാ 53 7-ാം വാക്യം. യെശയ്യാ 53:7. ഇത് ബൈബിൾ എല്ലാവരും എടുക്കണേ. കാരണം ഉണ്ടല്ലോ, ഈ വാക്യം വായിച്ചു തീർക്കുമ്പോൾ നമ്മൾ പറയും ഇറ്റ് ഈസ് ഫുൾഫിൽഡ് ഇൻ മെസ്സയ. ആ വാക്യം ലിറ്ററലി ഈശോയില് പൂർണ്ണമാക്കപ്പെടുകയാണ്, അത് പൂർത്തിയാക്കപ്പെടുകയാണ്. യെശയ്യാ 53:7. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല, അവൻ മിണ്ടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മൗനിയായ കുഞ്ഞാട് കർത്താവ് നിശബ്ദത പാലിച്ചു. ആ നിശബ്ദതയിൽ സ്നേഹത്തിന്റെ കടലിരമ്പം ഉണ്ടായിരുന്നു. ഇനി ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ഇസഹാക്ക് മലകേറിപ്പോവാണ് മോറിയയിലേക്ക്. ഒരു ചോദ്യം ചോദിച്ചു, എങ്ങനെ, എവിടെ, കുഞ്ഞാട് എവിടെ? അപ്പോ അബ്രാഹാം പറഞ്ഞു, കർത്താവ് തരും. പിന്നെ മൗനം, നിശബ്ദത, നിശബ്ദത. അത് ഈശോയുടെ പ്രോട്ടോടൈപ്പായിട്ട് അത് മാറുന്നു. എക്സോഡസ് 12-ലെ പെസഹ കുഞ്ഞാട്, പ്രതിരോധിക്കാതെ അറക്കപ്പെട്ട കുഞ്ഞാട്. അതായത് ബൈബിളിലുടനീളം നമ്മൾ കാണുന്ന ഒരു തീം, സൈലൻസ് ബിക്കംസ് ദ ലാംഗ്വേജ് ഓഫ് സാക്രിഫൈസ്. ബലിയുടെ ഭാഷ നിശബ്ദതയായി കാണപ്പെടുന്നുണ്ട്. കുഞ്ഞാട് നിശബ്ദമായി ബലിവസ്തുവായി മാറുന്നു, മിശിഹ തന്നെ. ഏദൻ തോട്ടത്തിൽ ആദം ദൈവത്തോട് റബല്യസായപ്പോൾ അത് മനുഷ്യന്റെ വീഴ്ചയ്ക്ക് കാരണമായി. അപ്പൊ നിങ്ങൾ അത്ഭുതപ്പെടും, ആദം എവിടെയാണ് അച്ചു ദൈവത്തോട് റബല്യസായത്? കർത്താവിന്റെ ചോദ്യത്തിന് ആദം കൊടുക്കുന്ന ഉത്തരം, നീ എനിക്ക് തുണയായി തന്ന സ്ത്രീ തന്നവനെതിരെ പറയുകയാണ്. റബല്യസായി സംസാരിച്ചെതിർക്കുക, അതോടുകൂടി ഇത് വീഴ്ചയായിട്ട് മാറും. എന്നാൽ ഇവിടെ കാൽവരിയിൽ പുതിയ ആദം മിശിഹ നിശബ്ദനായി മാറുന്നു. ആ നിശബ്ദത നമ്മുടെ രക്ഷയായി മാറുന്നു. അതായത് ഡിസൊബീഡിയൻസ് ത്രൂ സ്പീച്ച്, സംസാരത്തിലൂടെ വന്ന അനുസരണക്കേടിനെ നിശബ്ദതയിലൂടെ അവൻ അനുസരണമാക്കി മാറ്റി. സംസാരത്തിലൂടെ വന്ന ഡിസൊബീഡിയൻസ് ത്രൂ സ്പീച്ച് കർത്താവ് എന്ത് ചെയ്തു? ഒബീഡിയൻസ് ത്രൂ സൈലൻസ്, അതിനെ അനുസരണമാക്കി മാറ്റുന്നു. മിശിഹായുടെ നിശബ്ദത വിചാരണ നേരത്തെ, അത് രക്ഷാചരിത്രത്തോട് മുഴുവൻ ചേർത്ത് ചിന്തിക്കുമ്പോൾ വിചാരണ നേരത്തെ കർത്താവിന്റെ നിശബ്ദത, അത് ഈ വയലൻസിന്റെ സൈക്കിളിനെ, അക്രമത്തിന്റെ വെറുപ്പിന്റെ ചങ്ങലയെ കർത്താവ് മുറിക്കുകയാണ് അവിടെ കൊണ്ട്. ഒപ്പം തന്നെ തന്നെ പ്രതിരോധിക്കാൻ, തന്നെ തന്നെ ജസ്റ്റിഫൈ ചെയ്യാൻ കർത്താവ് വിസമ്മതിക്കുമ്പോൾ ദൈവതിരഹിതത്തിന് അവനെ തന്നെ പൂർണ്ണമായും വിട്ടുതരുക. ഇത് ചരിത്രത്തിന്റെ ടേണിംഗ് പോയിന്റ് ആണ്. അത് തെളിയിക്കുന്നത് ഇറ്റ്സ് നോട്ട് പവർ ബട്ട് സറണ്ടർ ദാറ്റ് സേവ്സ്. അധികാരമല്ല, മറിച്ച് കീഴടങ്ങൽ രക്ഷയായി മാറുന്നു. ചില നേരത്ത് അങ്ങനെയാ കേട്ടോ. നമ്മുടെ സ്വാധീനവും നമ്മുടെ അധികാരവും ഉപയോഗിച്ച് നമ്മൾ ജയിച്ചു നിൽക്കുന്നിടത്തല്ല രക്ഷ നടപ്പിലാകും. ചില നേരത്തുണ്ടല്ലോ നിശബ്ദത, കീഴടങ്ങൽ. ആ നിശബ്ദതയിൽ, ആ കീഴടങ്ങലിൽ ഒരു രക്ഷ കാത്തിരിപ്പുണ്ട്. അതാണ് മിശിഹ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. പിതാക്കന്മാര് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഇഗ്നേഷ്യസ് പിതാവ് പറഞ്ഞിരിക്കുന്ന കാര്യം, സെന്റ് ഇഗ്നേഷ്യസ് ഓഫ് അന്റിയോക്ക്, he spoke more by his silence than others by their words. മറ്റുള്ളവർ വാക്കുകൾ കൊണ്ട് പറയുന്നതിലേറെ
മിശിഹ അവന്റെ നിശബ്ദത കൊണ്ട് പറഞ്ഞെന്ന്. ചില നേരത്ത് മൗനം വാചാലമാകുന്ന നേരമാണ് കർത്താവിന്റെ വിചാരണ, അവന്റെ പീഡാസഹന നേരം. മറ്റുള്ളവർ വാക്കുകൾ കൊണ്ട് പറയുന്നതിലേറെ കർത്താവ് അവന്റെ മൗനത്തിലൂടെ പറഞ്ഞു. അഗസ്തീനോസ് പുണ്യാളൻ പറഞ്ഞിരിക്കുന്ന ഒരു സെന്റൻസ്, അതിലല്പം ലോങ് ആണ്, ഞാനത് വായിച്ചു കേൾപ്പിക്കും. Christ was silent before his judges that he might speak in the hearts of faithful. വിശ്വാസികളുടെ ഹൃദയത്തോട് സംസാരിക്കാൻ തന്റെ വിധിയാളന്മാരുടെ മുമ്പിൽ മിശിഹ നിശബ്ദനായിരുന്നു. ചരിത്രത്തിൽ നടപ്പിലായ കാര്യമായിരുന്നു അത്. മനുഷ്യ ഹൃദയങ്ങളോട് സംസാരിക്കാൻ കർത്താവ് അവന്റെ വിചാരണ നേരത്ത് നിശബ്ദനായിരുന്നു. ആ നിശബ്ദത നമ്മുടെ ആന്തരിക സ്വരമായി മാറി, നമ്മുടെ മനസാക്ഷിയായി, ഉള്ളിലിരുന്ന് കുറുകുന്ന നന്മയായി, സത്യമായി കർത്താവിന്റെ സ്വരം മാറി. എഫ്രൈം ദ സിറിയൻ കവിയാണ്. പിതാവ് ആ കവിതയിൽ തന്നെ പറയുന്ന ഒരു കാര്യം, the word himself becomes silent. വചനം നിശബ്ദമാണ്. അവൻ വചനമാണ്. കർത്താവ് വാക്കാണ്. മിശിഹായാണ് വചനം. അവനാണ് വാക്ക് നിശബ്ദത പാലിക്കുന്നു. വാക്ക് മൗനം ഭജിക്കുന്നു. The word himself becomes silent. കത്തോലിക്ക സഭയുടെ പഠിപ്പീര് CCC 602-603 മിശിഹ സഹനത്തെ സ്നേഹത്തോടെ അനുസരണത്തോടെ സ്വീകരിച്ചതിനെ അവതരിപ്പിക്കുന്നുണ്ട്. CCC 608 കർത്താവിന്റെ ജീവിതം മുഴുവൻ ഒരു സമർപ്പണമായി അവൻ കാഴ്ചവെച്ചതിനെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറയുന്ന ഒരു സെന്റൻസ് ഇസ് ക്ലാസിക്കൽ. അത് ഭയങ്കര സൂപ്പറാണ്, അത് മിസ്സാകരുത്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറയുന്നു, ട്രൂത്ത് ഡസ് നോട്ട് നീഡ് ടു ഷൗട്ട്. സത്യത്തിന് ഒച്ച വെക്കേണ്ട കാര്യമില്ലെന്ന്. ട്രൂത്ത് ഡസ് നോട്ട് നീഡ് ടു ഷൗട്ട്. നമ്മുടെ കാലത്ത് നമ്മൾ വളരെ ഗൗരവത്തോടെ ധ്യാനിക്കേണ്ട കാര്യമാണ്. നിന്നിൽ ഒരു സത്യമുണ്ടെങ്കിൽ നീ ബഹളം വെക്കണ്ട. നിശബ്ദനായിരുന്നാൽ പോലും ആ സത്യത്തിന്റെ വിസ്ഫോടനം നടക്കും. ട്രൂത്ത് ഡസ് നോട്ട് നീഡ് ടു ഷൗട്ട്. നമ്മൾ ഈ ഭാഗം മിശിഹായുടെ വിചാരണ നേരത്തെ മൗനത്തെ, അതിന്റെ ഒരു ആത്മീയ തലത്തെയൊക്കെ ധ്യാനിച്ചിട്ടുണ്ടല്ലോ. എണ്ണി പറയാവുന്ന കൊച്ചു കാര്യങ്ങൾ. ഒന്ന്, ഹി റെഫ്യൂസസ് സെൽഫ് ഡിഫെൻസ്. പ്രതിരോധം തന്നെ കർത്താവ് വേണ്ടെന്ന് വെച്ചു. ഹി ഡസ് നോട്ട് ആർഗ്യൂ ടു വിൻ. അവനെ ജയിക്കാൻ വേണ്ടി, മിശിഹായിക്ക് ജയിക്കാൻ മിശിഹ തർക്കങ്ങളിൽ ഏർപ്പെടുന്നില്ല. ഇന്ന് തർക്കിച്ച് സ്വന്തം വാദം സ്ഥാപിച്ചെടുക്കുന്നവരുടെ നടുവിൽ മിശിഹ ധ്യാന വിഷയമാകണം. അടുത്തത്, നമ്മുടെ പാപങ്ങൾ അവൻ ഏറ്റെടുത്തത് കൊണ്ട് ആ പാപം അവനെ മൗനിയാക്കി. ആ പാപഭാരം അവന്റെ വാചാലതയെ കവർന്നെടുത്തു എന്നും പറയാം. ആ അക്യുസേഷൻ, കുറ്റാരോപണം അവനെ നിശബ്ദനാക്കി. ആ നിശബ്ദത ദൈവത്തിലുള്ള സറണ്ടറിങ് ആണ്. മറ്റൊന്ന്, ശരിക്കും നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഒന്ന് ശ്രമിച്ചാൽ പറ്റുന്ന പക്ഷെ അല്പം എഫേർട്ടാണ്. ജീസസ് അബ്സോർബ്ഡ് ഈവിൾ വിതൗട്ട് റിട്ടേണിംഗ് ഹേറ്റ്. വെറുപ്പ് കൊടുക്കാതെ ഈ ഈവിളിനെ, തിന്മയെ അവൻ അബ്സോർബ് ചെയ്ത് പുണ്യമാക്കി മാറ്റും. ചില നേരത്ത് നമ്മുടെ ജീവിതത്തിലും അത് പ്രാക്ടിക്കലായി ചെയ്യേണ്ടി വരും. ഇന്ന് നമ്മൾ കേട്ട ഈ ചെറിയ മാർഗത്തിന്റെ ധ്യാനം, ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡാണ് കൂടുതലുള്ളത്. വിചാരണയുടെ നേരത്ത് കർത്താവ് നിശബ്ദനായിരുന്നു എന്നത് നമുക്ക് നൽകുന്ന, നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് നൽകുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഒന്ന്, നോട്ട് എവറി ആർഗ്യുമെന്റ് നീഡ് എ റിപ്ലൈ. നമ്മളോട് വരുന്ന എല്ലാ തർക്കങ്ങൾക്കും മറുപടി അർഹിക്കുന്നില്ലെന്നേ. എല്ലാ ചൂണ്ടക്കുളത്തിലും പോയി കൊത്താതിരിക്കണം. എല്ലാ തർക്കങ്ങൾക്കും നിന്റെ പ്രതിരോധം തീർക്കരുത്, എതിർപ്പ് രേഖപ്പെടുത്തരുത്. ചിലതിനെയൊക്കെ മൗനം കൊണ്ട് തോൽപ്പിച്ചു വിടണം, മിശിഹ ചെയ്തതുപോലെ. ചില നേരത്ത് സൈലൻസ് ക്യാൻ പ്രിവെന്റ് വൂൺസ്. മുറിവേൽക്കുന്നത്, നമ്മൾ മുറിവേൽക്കുന്നതും മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നതും തടയാൻ മൗനത്തിന് കഴിയും. ചിലപ്പോൾ നമുക്ക് തോന്നാറില്ലേ, ഒന്നും മിണ്ടാതിരുന്നിരുന്നെങ്കിലെന്ന്, ഈ മുറിവുകളൊന്നും ഉണ്ടാകുമായിരുന്നില്ല.
ചിലപ്പോൾ നമ്മളൊക്കെ ഒന്ന് നിശബ്ദരായാൽ മതി, മുറിവുകൾ പലതും മാറിക്കൊള്ളും. മുറിവുണങ്ങും, അല്ലെങ്കിൽ മുറിവേൽക്കാതെയെങ്കിലും ഇരിക്കും. ഹോളി സൈലൻസ്, ഈ വാക്കോർത്ത് വെച്ചേക്ക്. ഹോളി സൈലൻസ് ഹീൽസ് റിലേഷൻഷിപ്സ്. എല്ലാം പറഞ്ഞു തീർക്കാമെന്ന് വിചാരിക്കരുത്. പലതും പറഞ്ഞു പറഞ്ഞ് വഷളായിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞ് ആരംഭിച്ചത് പലതും പറഞ്ഞു പറഞ്ഞ് വഷളായി തീരുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ഹോളി സൈലൻസ് ഹീൽസ് റിലേഷൻഷിപ്സ്. ബന്ധങ്ങളെ സുഖമാക്കാൻ, ബന്ധങ്ങളുടെ മേൽ സൗഖ്യത്തിന്റെ ലേപനം പുരട്ടാൻ ചില നേരത്ത് വിശുദ്ധ മൗനങ്ങൾക്ക് ആകും. ഹോളി സൈലൻസ്, വിശുദ്ധ മൗനം. യുവജനങ്ങൾ ചിന്തിക്കേണ്ടത്, ഇന്നത്തെ സോഷ്യൽ മീഡിയ കൾച്ചർ നിങ്ങളോട് പറയുന്നത് റിയാക്ഷൻസിനെ കുറിച്ചാണ്. റിയാക്ട് അതൊരു കമന്റ് കൊണ്ട്, ഒരു തംസപ്പ് കൊണ്ട് ഒക്കെ റിയാക്ട് ചെയ്യാൻ പറയുമ്പോൾ ഈശോ പഠിപ്പിക്കുന്നത് ഇറ്റ്സ് നോട്ട് ടു റിയാക്ട് ബട്ട് ടു റിഫ്ലക്ട്. കുറച്ചുകൂടെ ധ്യാനാത്മകമായി ജീവിതത്തെ സമീപിക്കാൻ മിശിഹാ തമ്പുരാന്റെ മൗനം നമ്മെ നിർബന്ധിക്കുന്നുണ്ട്. ഒപ്പം യുവജനങ്ങളോട്, കുട്ടികളോട് പ്രത്യേക കാര്യം പറയട്ടെ. യു ഡോണ്ട് ഹാവ് ടു റെസ്പോണ്ട് ടു എവറി ഇൻസൾട്ട്. എല്ലാ അപമാനങ്ങൾക്കും നിങ്ങൾ പ്രതികരിക്കാൻ പോകണ്ട. ചിലതിനെ അതിന്റെ വഴിക്ക് വിട്ടേക്ക്. ചിലപ്പോ അത്തരം ചില അപമാനങ്ങൾ അതൊരു ടോക്സിറ്റിക്ക് വളം വെച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലല്ല, മറിച്ച് എല്ലാത്തിനെയും ഡിഫെൻഡ്, എല്ലാത്തിനെയും ഇങ്ങനെ പ്രതിരോധിക്കാൻ നിൽക്കേണ്ട. ചിലത് പറഞ്ഞതിന്റെ വഴിക്ക് പോട്ടെ. അത് നമ്മുടെ രക്ഷയ്ക്കും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാഴ്ചവെക്കും. കർത്താവിന്റെ മൗനത്തോട് ചേർത്ത് വെക്കും. ചില നേരത്ത് അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രാക്ടീസാണ്. ചില നേരത്ത് എല്ലാത്തിനെയും എതിർക്കാൻ തോന്നുന്ന നേരത്ത് മൗനം പാലിക്കേണ്ടത്, കർത്താവെ ഈ മൗനം വിചാരണ കോടതിയിൽ നീ പാലിച്ച മൗനത്തോട് ഞാൻ ചേർത്ത് വെക്കുന്നു കർത്താവ് എന്ന് വിചാരിച്ച് അങ്ങ് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കണം. ട്രൂത്ത് ഈസ് നോട്ട് ലൗഡ് ബട്ട് ഡീപ്പ്. സത്യം എപ്പോഴും ഇങ്ങനെ മുഴങ്ങി നിൽക്കണമെന്നില്ല. സത്യത്തിന് കൂടുതലും ആഴമാണുള്ളത്. സത്യത്തിന് മുഴക്കമല്ല ഉള്ളത്, സത്യത്തിന് ആഴമാണ് ഉള്ളത്. The loudest love is often spoken in silence. ഏറ്റവും സുന്ദരമായ സ്നേഹം പലപ്പോഴും അവതരിപ്പിക്കപ്പെട്ടത് നിശബ്ദതയിലൂടെയാണ്. ഏറ്റവും മനോഹരമായി സ്നേഹിച്ചവർ സ്നേഹിച്ചത് വാക്കുകൾ കൊണ്ടല്ല, മൗനം കൊണ്ടാണ്. രണ്ടുപേർ ചേർന്നിരിക്കുമ്പോൾ വാക്കില്ലാണ്ടാവുകയും മൗനം വാചാലമാവുകയും ചെയ്യുന്ന നേരത്താണ് സ്നേഹം അതിന്റെ ഉത്സവം ആഘോഷിക്കുന്നത്. മൗനത്തെ ധ്യാനിക്കാം. മൗനിയായ നിശബ്ദനായ കുഞ്ഞാടിനെ ധ്യാനിക്കാം. കർത്താവിന്റെ മൗനത്തോട് നമ്മുടെ മൗന നേരങ്ങളെയൊക്കെ ചേർത്ത് വെക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായി ശംസിക്കാൻ ഒത്തിരിയേറെ ഞങ്ങൾ വർത്തമാനം പറയുന്നു. ഞങ്ങളെ തന്നെ വല്ലാണ്ട് പ്രതിരോധിക്കുന്നു. ഈശോയെ, നിന്റെ മൗനത്തോട് ഞങ്ങളുടെ മൗനത്തെ ചേർത്ത് വെക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.